ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ വ്യക്തിയെക്കുറിച്ച് ദൈവത്തിന് ശ്രേഷ്ഠകരമായ ചില ഉദ്ദേശങ്ങളുണ്ട്. 139 സങ്കീർത്തനം 16 വാക്യം പറയുന്നു, ദൈവം നമ്മെക്കുറിച്ചിട്ടുള്ള ഉദ്ദേശങ്ങൾ തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ഭാവിയെക്കുറിച്ചും നമ്മുടെ നാളുകളെക്കുറിച്ചും ഓർത്ത് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം നമ്മെക്കുറിച്ച് നല്ല തീരുമാനങ്ങൾ, ശ്രേഷ്ഠകരമായ പദ്ധതികൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നന്മ അനുഭവിക്കണമെന്നാണ്, ജീവിതത്തിൽ സമാധാനത്തോടെ ജീവിക്കണമെന്നുള്ളതാണ്. ഒരു മനുഷ്യനെയും ദൈവം യൂസ്ലെസ് ആയിട്ട് പ്രയോജനരഹിതമായി സൃഷ്ടിച്ചിട്ടില്ല. അംഗവൈകല്യമുള്ളവരും ശാരീരിക ബുദ്ധിമുട്ടുള്ളവരും നമ്മുടെ ദൃഷ്ടിയിൽ പലതരത്തിലുള്ള കുറവുകളുള്ളതുമായ അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചപ്പോൾ നമ്മുടെ മാനസികമായ ദൃഷ്ടിയിൽ അവർ കുറവുള്ളവരാണെങ്കിലും നമ്മൾ കാണാത്ത പല ശ്രേഷ്ഠകരമായ കഴിവുകളും ഉദ്ദേശങ്ങളും ദൈവം ഈ വ്യക്തിയിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ളത് ദൈവവചനത്തിൻ്റെ സത്യമാണ്. അതുകൊണ്ട് ആരെയും വില കുറച്ച് കാണരുത്. അപ്പോൾ തന്നെ വ്യക്തിപരമായി നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സാഹചര്യങ്ങളും നാം ജീവിച്ചു വളർന്ന സന്ദർഭങ്ങളും നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ വാക്കുകളും കേട്ട് നമ്മൾ നിരാശരായി നമ്മുടെ ജീവിതം ഒരു ഗുണവുമില്ല, ഒരർത്ഥവുമില്ല എന്ന് ചിന്തിച്ച് ആ പിശാചിൻ്റെ കള്ളത്തരങ്ങളിൽ ജീവിച്ചു തീർക്കുവാൻ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. എൻ്റെ ഭാവിയെക്കുറിച്ച് ദൈവം ചില പദ്ധതികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുക, അത് നിങ്ങൾ ഏറ്റുപറയുക, പ്രാർത്ഥിക്കുക. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അതിലെ മൂത്ത ആൾക്ക് ഏകദേശം 3 വയസ്സായി. അപ്പോൾ അവൾ ഓരോ ദിവസം എഴുന്നേറ്റ് കഴിയുമ്പോൾ ഞാൻ അവളെ കൊണ്ട് വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഏറ്റുപറയിപ്പിക്കും. അതിലൊരു കാര്യം ഇപ്രകാരമാണ്, ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ ദൈവത്തിൻ്റെ കയ്യാൽ അത്ഭുതകരമായി ശ്രേഷ്ഠകരമായ പദ്ധതികൾക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ്. ഞാൻ ദൈവത്തിനു വേണ്ടിയുള്ള വ്യക്തിയാണ്. ഇത്തരത്തിലുള്ള ദൈവവചന അടിസ്ഥാനത്തിലെ വിശ്വാസ പ്രഖ്യാപനങ്ങൾ അവളെ കൊണ്ട് ഞങ്ങൾ നിരന്തരമായിട്ട് പറയിപ്പിക്കാറുണ്ട്. ഞാനും അത് ഏറ്റു പറയും. കാരണം ഇത് ദൈവവചനത്തിൻ്റെ സത്യമാണ്. പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളുടെ ഉള്ളത്തിലേക്ക് കൊടുക്കേണ്ടുന്ന സന്ദേശം അവർ ഈ ഭൂമിയിൽ വന്നത് ചില ദൈവിക നിർണയത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണെന്നുള്ള ആ വലിയ ഉറപ്പാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ഹിതത്തെക്കുറിച്ചുമുള്ള കൂടുതൽ കാര്യങ്ങൾ വരുന്ന എപ്പിസോഡ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നതാണ്. തുറന്ന് കേൾക്കണം കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.